അടുത്തതായി നമ്മുടെ കാഞ്ഞിരപ്പള്ളി AKJM സ്കൂളിലെ നല്ല മിടുക്കികളായ കുറച്ച് കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. സോ എന്താണ് പേര്? നിറ്റു രഞ്ജിത്ത്. മോളുടെ പേര്? നേഹ. ജിയന്ന ജോസി. ഹന്ന ഫാത്തിമ. ജൂലിയറ്റ് എൽസ. നിങ്ങളെല്ലാവരും കാഞ്ഞിരപ്പള്ളി തന്നെയാണോ വീടും? ആണ്. ഓക്കെ, അങ്ങ് നമ്മുടെ AKJM കാഞ്ഞിരപ്പള്ളി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നിങ്ങൾ. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഒരു ആദരവൊക്കെ കിട്ടി, ഫുൾ A+ നേടിയതിന്. അപ്പോൾ എന്ത് തോന്നി അങ്ങനെ ഒരു ആദരവൊക്കെ കിട്ടിയപ്പം? നല്ല സന്തോഷമായിരുന്നു. ഇങ്ങനെ ഒരു പരിപാടി നടത്തിയ ബ്രില്യൻറ്റിനും മനോരമക്കാർക്കും നന്ദി അറിയിക്കുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഒരു ഇതൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായി. അതുപോലെ കുറേ സ്ഥലത്തു നിന്നൊക്കെ വിളിക്കാറുണ്ട് ഇതുപോലെ തന്നെ ചെല്ലണം. അതുപോലെ കുറേ മെഡലും പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ജയരാജ് സാർ അങ്ങനെ കുറേ പേരൊക്കെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഇവിടുത്തെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇവരുടെയൊക്കെ മോട്ടിവേഷൻ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു പ്രേരണ ഉണ്ടാക്കി തന്നു. അപ്പോൾ നിങ്ങൾ 10th കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസ് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക കരിയർ ഗൈഡൻസ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പറഞ്ഞു തന്നു. കുറച്ച് ക്ലാസ്സസ് ആയിട്ട് ചെറിയ ചെറിയ ക്ലാസ്സസ് ആയിട്ട് ഓരോ ആൾക്കാരും നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലേ? അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു മോട്ടിവേറ്റിംഗ് ആയിരുന്നു. പിന്നെന്താ ഈ ഫോണിൻ്റെ ഉപയോഗവും പിന്നെ സോഷ്യൽ മീഡിയ അത് നല്ലതാണ്, അതോടൊപ്പം അതെങ്ങനെ നല്ലതായിട്ട് ഉപയോഗിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല പിന്നെ നല്ലൊരു പ്ലാൻ വേണം ജീവിതത്തിൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ അറിവ് കിട്ടി. അപ്പം നിങ്ങൾക്ക് ഇനി എന്തിലേക്ക് പോകാനാണ് താല്പര്യം? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ കാണുമല്ലോ. 10th കഴിഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചുവടും ഓരോ മൈൽ സ്റ്റോൺസ് എന്ന് വേണം പറയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. അപ്പോൾ എന്താവണമെന്ന് ആഗ്രഹം? എൻട്രൻസ് എഴുതി പീഡിയാട്രീഷ്യൻ ഡോക്ടർ. പീഡിയാട്രീഷ്യൻ കുട്ടികളെ ഇഷ്ടമായതുകൊണ്ടാണോ? അത് ചൈൽഡ് ആ ഒരു ഇത് നല്ലൊരു സ്റ്റേജല്ലേ, അതുകൊണ്ട് നല്ല രസമായതുകൊണ്ട് എനിക്ക് ആ ഒരു രീതിയിലോട്ടാ താല്പര്യം. ആ ഫീൽഡാണ് നോക്കുന്നത്. മോൾ എന്താ നോക്കണേ? ഞാനും അതൊക്കെ തന്നെയാണ്. എൻ്റെ ചേട്ടനും ഇപ്പം നീറ്റിൻ്റെ പരീക്ഷ എഴുതി ഇരിക്കുവാണ്. എനിക്കപ്പോൾ ഒരു ന്യൂറോ സർജൻ ആകണമെന്ന് ആഗ്രഹം. ഞാനിപ്പം 2 years കോച്ചിങ്ങിന് പോകാൻ വേണ്ടി ഇരിക്കുക. ഇവർ MBBS തിരഞ്ഞെടുക്കുന്നത് മാത്രമല്ല സ്പെഷ്യലൈസേഷൻ വരെ ഏതിന് ചെയ്യണമെന്ന് ഓൾറെഡി തീരുമാനിച്ച് വെച്ചേക്കാണ് അല്ലേ? മോൾക്ക് എന്താവാൻ ആഗ്രഹം? ഓഡിയോളജിസ്റ്റ് ആകാനായിട്ട്. സാധാരണ എല്ലാവരും ചോദിക്കുമ്പം MBBS നീറ്റ് അങ്ങനെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അങ്ങനെ പറയുള്ളൂ. ഇത് സ്പെഷ്യലൈസേഷൻ തന്നെ എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, മോൾക്കോ? JE പഠിക്കണം, എന്നിട്ട് IIST ആണ് നോക്കുന്നത്. ഞാൻ JE പഠിച്ച് എഞ്ചിനീയറിംഗ് ആ ഒരു സ്ട്രീമിലോട്ട് പോകാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നിങ്ങൾ എന്താ പറയുക പീഡിയാട്രീഷ്യനും എല്ലാ ഒരു ഫീൽഡിലേക്കും നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ. നന്നായിട്ട് പഠിക്കുക. ഇതുപോലെ തന്നെ +1-ലും +2-ലും നല്ല അടിപൊളി മാർക്ക് മേടിക്കുക കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.